കുഴപ്പമില്ല, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. നമ്മുടെ ചെറുപ്പക്കാരും കുട്ടിക്കടവുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. അടിപൊളി, സൂപ്പർ എല്ലാം. പിന്നെ കുട്ടികളൊക്കെ നന്നായിട്ട് അഭിനയിച്ചു. നല്ല ഫോട്ടോഗ്രാഫി, നല്ലൊരു കഥയിനി സംഭവം എല്ലാവർക്കും ഇഷ്ടമായി. ഒരുപാട് ഇഷ്ടമായി. അഭിനയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ചെറിയൊരു പടത്തേക്ക് ഒരു വലിയൊരു സന്ദേശമാണ് സമൂഹത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഇത് നൽകിയിട്ടുള്ളത്. നല്ലൊരു സന്ദേശം തന്നെയാണ്. ആരും തന്നെ കരളി അലിയിച്ചു പോകുന്നതാണ്. കുരുന്നു മനസ്സിന്റെ സ്വപ്നങ്ങളും നൊമ്പരങ്ങളും അതോടൊപ്പം മദ്യാസക്തി കുടുംബത്തിലുണ്ടാക്കുന്ന പ്രതിസന്ധികളും പ്രമേയമാക്കി നിർമ്മിച്ച ഹോം സിനിമ ഉണ്ണിക്കുട്ടന്റെ സൈക്കിൾ പ്രേക്ഷകരുടെ പ്രശംസ നേടി. മുക്കം PC തിയേറ്ററിൽ ഞായറാഴ്ച രാവിലെ നടത്തിയ പ്രിവ്യൂ ഷോയിലാണ് 45 മിനിറ്റോളം ദൈർഘ്യമുള്ള സിനിമ കുടുംബ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയത്. കുട്ടികളും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഹോം സിനിമ തയ്യാറാക്കിയത്. പ്രമുഖ കലാകാരൻ സലാം മാവൂരാണ് ഹോം സിനിമയുടെ സംവിധായകൻ. സോമൻ കുറ്റിക്കുളം കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ സിനിമ ശ്രീപത്മം ക്രിയേഷന്റെ ബാനറിലാണ് പുറത്തിറങ്ങിയത്. ഉണ്ണി നീലഗിരിയാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. മാവൂരിലെയും പരിസരങ്ങളിലെയും ഒരു കൂട്ടം കലാകാരന്മാരും ഒപ്പം മാധ്യമ പ്രവർത്തകരുമാണ് ഇതിൽ വേഷമിടുന്നത്. EK നിതീഷ്, സോന അശ്വിൻ, മാസ്റ്റർ നിവേദ്, മാസ്റ്റർ ശ്രീഹരി എന്നിവർ മുഖ്യ വേഷമിടുന്ന ഹോം സിനിമയിൽ നൌഷാദ് അറക്കൽ, മനോജ് കളത്തിങ്ങൽ, രമ്യ ശ്രീകുമാർ, ഫൈസൽ കുന്നമംഗലം, നസീഫ് റഹ്മാൻ, മാസ്റ്റർ അമൽജിത്ത്, മാസ്റ്റർ അദ്നാൻ വെള്ളലശ്ശേരി, മാസ്റ്റർ അലീഫ്, ബാബുരാജ് കല്ലടപ്പൊയിൽ, സത്യദാസ് മാവൂർ, മാസ്റ്റർ ആദികൃഷ്ണ രഞ്ജിത്ത്, TM അബൂബക്കർ മാവൂർ, മുജീബ് പെരുമണ്ണ, ഫിറോസ് ഉണ്ണി, പ്രവീൺ അമ്പലക്കണ്ടി, ആശിഷ് മാവൂർ, ഷനോജ് പനങ്ങോട്, സജി തുഷാരഗിരി, മോഹൻ വെള്ളലശ്ശേരി തുടങ്ങിയവരും അഭിനേതാക്കളായി എത്തുന്നുണ്ട്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയ സിനിമ പ്രകൃതി ഭംഗി കൊണ്ടും ഏറെ ശ്രദ്ധേയമാണ്. മാവൂർ, കുറ്റിക്കടവ്, ചെറുപ്പ, വളയന്നൂർ, സങ്കേതം, NIT തുടങ്ങിയ പ്രദേശങ്ങളാണ് പ്രധാന ലൊക്കേഷനുകൾ. സമൂഹത്തിന്മക്കെതിരെ വിരൽ ചൂണ്ടുന്ന സിനിമ അവതരണം കൊണ്ടും പ്രമേയം കൊണ്ടും ഏറെ പുതുമ പുലർത്തുന്നുമുണ്ട്. മുക്കം PC തിയേറ്ററിൽ നടന്ന പ്രിവ്യൂ ഷോയിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സന്നിഹിതരായി. ചെറുപ്പം മുതലേ ഇതിനോടാണ് താല്പര്യം. കുറെ മ്യൂസിക് കളിച്ചായിരുന്നു, കുറെ വേദികൾ കയറി. അപ്പോൾ എനിക്കൊരു കഥ എഴുതാൻ തോന്നി. ആ കഥ സലാമിനോട് തന്നെ സംവിധാനം ചെയ്യണമെന്നും തോന്നി. അങ്ങനെ ആ സലാമിനെ വിളിച്ച് കാര്യം പറഞ്ഞു. സലാമിനെ ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്, അതെങ്ങനെ എന്തെന്ന് വായിച്ച് കേൾപ്പിക്കുക. അപ്പോൾ അവൻ പറഞ്ഞത് നല്ല കഥയാണ്, നമുക്ക് ചെയ്യണമെന്നാണ്. അങ്ങനെ ഞാൻ അവനെ കൂടി ഇരുന്ന് വായിച്ച് അങ്ങനെ ഞങ്ങൾ തമ്മിൽ ചെയ്യാൻ ആഗ്രഹിച്ച് ആർട്ടിസ്റ്റിനെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് ഷൂട്ട് ആരംഭിക്കും. കുറേ കഷ്ടപ്പാടുകൾ അഭിനയിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്നത്. കുറേ മഴയും പിന്നെ ഞാൻ വീണ് കുറച്ച് അപകടങ്ങളൊക്കെ പറ്റി. അതുപോലെ തന്നെ ഞങ്ങൾ ഇതിപ്പോൾ തിയേറ്ററിൽ ഇറക്കാൻ ഞങ്ങൾ രാത്രികളിൽ കുറേ ഉറക്കം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ഇറക്കിയത്. മാവൂർ പ്രദേശത്തുള്ള മാവൂരിലുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകരുടെ സഹകരണം ഈ പ്രൊജക്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. ആ മാധ്യമ പ്രവർത്തകരാണ് ഇതിൽ കൂടുതൽ. പ്രസ്ഫോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സംഘടനയിലുള്ള ആളുകളാണ് ഇതിൽ കൂടുതൽ ആളുകൾ അഭിനയിച്ചത്. നായകൻ തന്നെ ഒരു മാതൃഭൂമിയിലെ റിപ്പോർട്ടറാണ്. അപ്പൊ അതുപോലെ തന്നെ ഇതിലുള്ള കംപ്ലീറ്റ് ആളുകളും ഞാനടക്കം ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് അപ്പൊ നമ്മളുടെ ഒരു കൂട്ടായ്മയുടെ പറഞ്ഞൊരു ചിത്രമാണ് ഇത്. വളരെ വലിയൊരു സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. ഒരു 1.5 വർഷത്തോളമായി ഉണ്ണിക്കുട്ടൻ്റെ സൈക്കിൾ ഞങ്ങൾ ചിത്രീകരണമായി തുടങ്ങിയിട്ട് പല പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് ഈ മുക്കം PC തിയേറ്ററിൽ ഇതിൻ്റെ ആദ്യ ഷോ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. വളരെ സന്തോഷം. കണ്ടവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞതിലും സന്തോഷമുണ്ട്. ഇതിനു വേണ്ടി ഇതിൽ അഭിനയിച്ച എല്ലാവരും ഇതിൻ്റെ പിന്നണി പ്രതിയൊക്കെ വളരെ വലിയ റിസ്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലെ പ്രധാന കഥാപാത്രം ചെയ്തത് തന്നെ ഒരു 4 മാസത്തോളം മുടി വെട്ടാൻ പോലും സാധിക്കാതെ, ഷേവ് ചെയ്യാൻ പോലും സാധിക്കാതെ നിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെങ്കിലും അതിന് നല്ലൊരു പ്രതിഫലം കിട്ടി. അതിലൊക്കെ ഉപരിയായിട്ട് ഇതൊരു നല്ല മെസ്സേജ് സമൂഹത്തിന് നൽകാൻ സാധിച്ചു. കാരണം ഒരു കുടുംബത്തിൻ്റെ ഗൃഹനാഥൻ തന്നെ വഴിതെറ്റിപ്പോയാൽ ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മദ്യപാനം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു വിപത്താണ്.
അതിനെതിരെയുള്ള ഒരു സന്ദേശം കൂടിയാണ് ഞങ്ങൾ ഒരുക്കി ഈ കൊച്ചു സിനിമ. ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. ഇതിൻ്റെ റിലീസിങ്, യൂട്യൂബ് റിലീസ് അടുത്ത ദിവസം തന്നെ ഉണ്ടാകും. അത് ഏറ്റെടുത്ത് എല്ലാവിധ പ്രോത്സാഹനങ്ങളും തരണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ആവുന്ന പല കുടുംബങ്ങളും ഭക്ഷണം പോലും ഇല്ലാതെ കിടക്കലുണ്ട്. അങ്ങനത്തെ ആളുകൾ പറയാനുള്ളത് മദ്യപാനം നിർത്തുക, എന്നിട്ട് നല്ല ജോലിക്ക് പോയി പണിയെടുത്ത് കുടുംബം കിട്ടുക. ഈ ഷോർട്ട് ഫിലിമിൽ ഉണ്ണിക്കുട്ടനായി അഭിനയിച്ച എൻ്റെ മോനാണ്. അതിൽ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛനായി അഭിനയിച്ച എൻ്റെ ഹസ്ബൻഡാണ്. ആദ്യം ഇതിന് മോനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. സ്കൂളൊക്കെ ഒഴിവാക്കി ഈ ഒരു അഭിനയത്തിന് വേണ്ടി നിതീഷേട്ടൻ കുറേ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അതൊന്നും വേണ്ട, പിന്നെ ഓൻ അങ്ങനെയൊന്നും അഭിനയിക്കലും ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലായിരുന്നു. പിന്നെ ഈ ഷൂട്ടിങ്ങിൽ ഒരുവിധം എല്ലാ ലൊക്കേഷനിലും ഞാൻ പോയിട്ടുണ്ട്. ഈ ഇവരെ അഭിനയമൊക്കെ കണ്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞേച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടീനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരിക്കലും എനിക്ക് എന്താ പറയുക, ഓനോട് പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റായി പോവേനു. അവൻ്റെ ഉള്ളിലുള്ള അത്രയും വലിയൊരു കഴിവ് ഞാൻ കാണാതെ പോയേരുന്നു. അതേമാതിരി നിതീഷേട്ടനെ ഇതിപ്പോൾ കണ്ടിറങ്ങിയ സമയത്ത് ഞാൻ നല്ല കരച്ചിലായിരുന്നു. കാരണം എനിക്ക് നിതീഷേട്ടൻ കിടക്കുന്നതൊക്കെ കണ്ടപ്പോൾ സത്യം പറയും ഞാൻ ഈ ജീവിതത്തിൽ ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് അങ്ങനെ ഒരു കാണാത്ത മനുഷ്യനെ ആ ഒരു കോലത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ആ കിടക്കുന്ന കിടത്തവും അങ്ങനത്തെ എന്താ പറയുക, രണ്ടാളും അഭിനയവും സൂപ്പറായിന്. ഒന്നും എനിക്ക് പറയാനില്ല, അത്രയും അടിപൊളിയായിന്. സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് തന്നെയാണ്. ഇതേമാതിരി പല കുടുംബങ്ങളും ഇതുപോലെ ഇപ്പോഴും ഉണ്ട്. കാരണം ഭർത്താവ് കാരണം ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണവും എന്താ പറയുക ഒന്നിനും ഒരു ഗതിയില്ലാതെ നടക്കുന്ന എത്രയോ കുടുംബമുണ്ട്. അടി കിട്ടിയിട്ടും ഓരോ വീട്ടുജോലി എടുത്തിട്ട് ഇതേമാതിരി കുട്ടികളെ നോക്കുന്ന അമ്മമാരൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇനി എന്താ പറയുക, അവരെ ഭർത്താക്കന്മാരൊക്കെ ഇതൊന്ന് കാണുമ്പോൾ ഞങ്ങളൊന്ന് നല്ലപോലെ ജീവിക്കട്ടെ, ഞങ്ങളെ കുട്ടികൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, ഭാവി ഉണ്ടാവട്ടെ എന്നുള്ളത് വിചാരിച്ച് അവരൊക്കെ എന്താ പറയുക മദ്യപാനമൊക്കെ നിർത്തി നല്ലൊരു നിലയിലാവട്ടെ എന്ന് വിചാരിക്കുന്നു. മികച്ച പ്രശംസ നേടിയ ഹോം സിനിമ വൈകാതെ തന്നെ യൂട്യൂബിൽ ലഭ്യമായി തുടങ്ങും. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. ഈ ഓഫർ പെരുമഴയിൽ 10% മുതൽ 50% വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ്. വെൽക്കം ടു കൈരളി സിൽക്സ് മാവൂർ.